തിരുത്തിയില്ലെങ്കിൽ മണ്ണ് കപ്പും. പിന്നെ അത് നമ്മളെക്കാൾ നന്നായിട്ട് ഗോവിന്ദ മാഷർക്ക് അറിയാം. കേന്ദ്ര സർക്കാരിന് ഇത്തരം ഒരു നിലപാടെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എടുത്തുകൂടാ? ഞങ്ങളിതാ സ്റ്റാൻഡ് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കടകംപള്ളി സുരേന്ദ്രൻ കരയാൻ തുടങ്ങി, അദ്ദേഹം ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ തുടങ്ങി, ഇത് തിരുത്തുമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ തിരുത്തിയില്ല. തിരുത്താൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. ഈ റിലീജിയസ് കാര്യങ്ങളിലെല്ലാം ഈ തുല്യതയൊന്നും വരുത്താൻ പറ്റില്ല. കാരണം ഇത് കാലാകാലങ്ങളിലായി നടന്നു വരുന്ന ആചാരങ്ങളാണ്. ഈ സ്ത്രീ പ്രവേശനത്തിനേക്കാൾ കൂടുതൽ ആചാര ലംഘനം നടത്തിയത് ഇപ്പോൾ ഈ സർക്കാരാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്തുകൊണ്ട് മറ്റേതെങ്കിലും കൈ കഴുകി പാവം കഴുകിക്കളഞ്ഞുകൂടാ എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഴുവൻ മോഷണവും കുഴപ്പമാണെന്നുള്ളതാണ് ഇപ്പോൾ SIT തന്നെ പറഞ്ഞു വരുന്നത്, അല്ലേ? പിന്നെ നമുക്കിനി ഇതിനൊരു പരിഹാരമുണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇത് പിന്നെ ഇതിന് പരിഹാര ക്രിയയായിട്ട് പലതും ചെയ്തതാണ് അയ്യപ്പ സംഗമം എന്നാണ് പറയുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും ഇടത് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണോ? യുവതീ പ്രവേശന വിഷയത്തിലെ ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും എന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും നേതൃത്വം നൽകുക. മാർച്ച് 14 മുൻപ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് എഴുതി നൽകണം. എന്തായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ എന്തെടുത്താലും ഇടതുപക്ഷത്തിന് ചിലപ്പോൾ തിരിച്ചടിയായേക്കും. യുവതീ പ്രവേശനത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അവരുടെ നിലപാട് അവർക്ക് നൽകിയ തിരിച്ചടിയിൽ നിന്നും ഇതുവരെ മുക്തി നൽകിയിട്ടുമില്ല എന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ട്രിക്കി സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇടത് സർക്കാരിനെ. പരിശോധിക്കാൻ നമുക്കിത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം. എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു? ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. നമ്മൾ വീണ്ടും അത് പൊടിതട്ടിയെടുക്കുകയാണ് എല്ലാവരും. സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുത്താലും അവർക്ക് അതിനൊരു വിശദീകരണം നൽകാൻ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇത് സംസ്ഥാന സർക്കാരിന് വായ തുറക്കാനും വയ്യ അടയ്ക്കാനും വയ്യ എന്നുള്ളൊരു പരുവത്തിലായിരിക്കുകയാണ്. അയ്യപ്പൻ ഇങ്ങനെയും പണി കൊടുക്കുമെന്നുള്ളത് നമുക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല. ഇത്ര ഭയങ്കരമായിട്ട് പണി കൊടുക്കുന്ന ആളാണ് അയ്യപ്പൻ എന്നുള്ളത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യപ്പനോട് തൊട്ട് കളിച്ചാൽ അപകടമാണെന്ന് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ പിണറായി സർക്കാരിനെയാണ് ഇത്രയും വലിയ പണി കൊടുത്തതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊടുന്നതിനെല്ലാം പ്രശ്നം. ദേവസ്വം മന്ത്രിക്ക് പ്രശ്നം, മന്ത്രിയുടെ മാനാഭിമാനം, ആരോഗ്യം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ആരോഗ്യത്തിൽ പ്രശ്നമാണ്. അത് ദേവസ്വം കമ്മീഷണറാവട്ടെ, അല്ലെങ്കിൽ മെമ്പറാവട്ടെ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവട്ടെ, എല്ലാം മാനികളായിരുന്നവനെല്ലാം അപമാനികളായി. അവമതിപ്പ് കൊണ്ട് നശിച്ചു കളഞ്ഞു. ആരോഗ്യം നശിച്ച് പലരും ഹോസ്പിറ്റലിലാണ്, എണീക്കാൻ വയ്യ, തളർന്നു കിടക്കുന്ന അവസ്ഥ. ഇത് എന്തൊരു അവസ്ഥയാണെന്ന് നോക്ക്. ചിലർക്കൊക്കെ ആണെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയുമായിട്ടും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്ര ഭയങ്കരമായ ശിക്ഷ അയ്യപ്പൻ കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. അല്ല, ഇതിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നതിനെ ആധുനിക സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ, പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്കും അങ്ങനെയായിരുന്നു, സംശയമായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്ന്. പക്ഷേ ഇത് അടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നമ്മളിത് എങ്ങനെ ചിന്തിക്കാതിരിക്കും? ചില സമയങ്ങളിൽ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ശരിയായ വിശ്വാസമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എവിടെയാണ് അടി കിട്ടാത്തത്? ആ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള മുഴുവൻ പേർക്കും ഇതുമായി തൊട്ടവർക്കെല്ലാം അടി കിട്ടിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന് പ്രസ്താവനകൾ നടത്തിയവരും ഇതിന് വേണ്ടി നിന്നവരും മന്ത്രിയായും മുഖ്യമന്ത്രിയായും ഒക്കെ ആക്ട് ചെയ്തവരും എല്ലാം വിഷമത്തിലാകുന്ന വിധത്തിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നാണ് പറഞ്ഞത്. അത് അതിനേക്കാൾ വലിയ അസംബന്ധവും, അതിനേക്കാൾ വലിയ അപമാനവും, അതിനേക്കാൾ വലിയ ക്രിമിനൽ കേസുമാകുന്ന വിധത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അവസാനം അതിൽ വന്ന ആഡിറ്റർ വരെ അപമാനിതനാകുന്ന അവസ്ഥയാണ്. അത് തൊട്ടവനെല്ലാം നാറുന്നു എന്നുള്ളതാണ്. എങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്നാണ്. കള്ളം കണ്ടുപിടിച്ചവൻ ആദ്യമേ ഞങ്ങളോട് ഡിസ്കസ് ചെയ്യണമായിരുന്നു, അത് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യം കള്ള വൗച്ചർ വെക്കുന്നതിന് മുമ്പേ ഞങ്ങളെടുത്ത് പറയണം, എന്നിട്ട് ഞങ്ങൾ വെക്കുന്നത് തിരുത്തി തരണം, അല്ലെങ്കിൽ ഇനി നമുക്ക് ആഡിറ്റ് ഒന്നുകൂടെ ആയിട്ടെല്ലാം നമുക്ക് പൊളിച്ചെഴുതാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ഈ ഒരു കാര്യം നോക്കൂ, സുപ്രീം കോടതിയിൽ ഈ കാര്യം എന്തെങ്കിലും പറയേണ്ടി വരുമെന്ന് ഈ സർക്കാരിനറിയാം.
NSS SNDPയും ഈ സ്ത്രീ പ്രവേശന ശബരിമല അയ്യപ്പ സംഗമത്തിന് പോയത് തന്നെ സർക്കാരിൻ്റെ നിലപാടുകൾ മാറിയെന്ന് ഈ രണ്ട് സമുദായ നേതാക്കളും പറഞ്ഞുകൊണ്ടാണ്. അതെ, സുകുമാരൻ നായർ പറഞ്ഞത് സർക്കാർ ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ അദ്ദേഹം ബബ്ബ പറയുകയാണ്, പൂർണ്ണമായിട്ടും അത് പറയുന്നില്ല, തിരുത്തുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കിടന്ന് ഉരുളുകയാണ്. അതെ, ആ ഒരു നിലപാടാണ് അദ്ദേഹം ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല, ഞങ്ങളോട് ഉറപ്പ് തന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഉറപ്പ് മാറി ബബ്ബയായി. ഈ വിധത്തിലാണ് കാര്യങ്ങൾ. അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായി ആഗ്രഹിക്കുന്നതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഉറപ്പില്ല സർക്കാർ ഇത് ചെയ്യുമെന്ന്. ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതെ, സർക്കാരിന് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 5 മിനിറ്റ് മതി. കേന്ദ്ര സർക്കാർ ഇന്ന് രാവിലെ തന്നെ സുപ്രീം കോടതിയോട് പറഞ്ഞു, ഞങ്ങൾ ഈ യുവതീ പ്രവേശനത്തിനെ എതിർക്കുന്നു, ഈ പുനഃപരിശോധന ഹർജി ഞങ്ങൾ അനുകൂലിക്കുന്നു, ഇത് പുനഃപരിശോധിക്കണം, പൊളിച്ചെഴുതണം. 10 മുതൽ 50 വരെയുള്ള പ്രായമുള്ള യുവതികൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു ആചാരപരമായ കാര്യമാണ്. അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് എന്ന് തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ മന്ത്രി പി രാജീവനും ഇന്ന് 12 മണിക്ക് പത്രപ്രസ്ഥാനം നടത്തുന്നു പറഞ്ഞു. 1 മണി കഴിഞ്ഞ പത്രപ്രസ്ഥാനം നടത്തിയപ്പോഴും ബബ്ബായാണ്. എല്ലാവരും ബബ്ബായിലാണ് നിൽക്കുന്നത്. അതായത് ശബരിമലയിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കും, പക്ഷേ എന്ത് നിലപാട് അവിടെ സ്വീകരിക്കും എന്ന് വ്യക്തമാക്കുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഉരുളാണ്. നമ്മുടെ ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ശങ്കരാടിയുടെ കഥാപാത്രം, അദ്ദേഹം ന്യായീകരിക്കാൻ പോകുന്ന പോലെ കിടന്ന് ഉരുളുകയാണ്. അതെ, ഇതിപ്പോൾ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്ന് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ യുവതീ പ്രവേശനത്തെ എതിർത്താൽ അത് കമ്മ്യൂണിസത്തിന് വിരുദ്ധമാകും അല്ലേ? അവരുടെ നേരത്തെ വിപ്ലവത്തിന് വിരുദ്ധമാകും, മുൻപ് സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമാകും. സ്ത്രീകളുടെ ആ ലിബറേഷന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്ന ആ മഹത്തായ സ്റ്റാൻഡിന് വിരുദ്ധമാകും. എന്നാൽ അനുകൂലിച്ച വോട്ടും പോവും. അതാണ് ഇത് അല്ല, ഇതിപ്പോൾ അവർക്ക് വല്ലാത്തൊരു പെടലിലാണ് ചെന്നത്. അതെ, ഒരു പക്വമായ ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു ഈ വിഷയത്തിൽ അന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അത് സമയം കഴിഞ്ഞു പോയി. ഇതൊന്നും വേണ്ട. ഉമ്മൻചാണ്ടി സർക്കാർ ഈ നിലപാട് തിരുത്തി ഒരു അഫിഡവിറ്റ് കൊടുത്തതാണ്. അവരെന്തോ മണ്ടത്തരം കാണിച്ചു, ഇനിയിപ്പോൾ അത് പോട്ടെ എന്ന് വിചാരിച്ചാൽ കളഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങളിതിനെ എതിർക്കുകയാണ്, പക്ഷേ പിന്നെ ഒരു ഗവൺമെൻറ് കൊടുത്തത് പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആ ഗവൺമെൻറ് സ്റ്റാൻഡിന് എഗൻസ്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാദം, ഈ ഉരുളൽ വാദം അന്ന് അടിച്ചാൽ മതിയായിരുന്നു, എങ്കിൽ ആർക്കും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അന്ന് വിചാരിച്ച ഇതല്ല. ഇവിടുത്തെ പുരോഗമനവാദികൾ മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കും, നവോത്ഥാന പ്രേമികൾ മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കും, സ്ത്രീ അനുകൂല സംഘടനകളും സ്ത്രീ സമൂഹവും മുഴുവൻ ഞങ്ങളുടെ നിൽക്കും. പിന്നെ അതിന് പുറമെ മുസ്ലിങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഹിന്ദുവിനെ എതിർക്കുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരത്തെ എതിർക്കുമ്പോൾ മുസ്ലിങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കും. അതെല്ലാം കൈവിട്ടുപോയി. സ്ത്രീകളെല്ലാം കൂടെ എതിർക്കാൻ വന്നു. പാർട്ടിക്കകത്തുള്ള നവോത്ഥാന നായകന്മാർ തന്നെ ഇതിനെ എതിർക്കാൻ നിൽക്കുന്നു. വിപ്ലവം പറയുന്ന സഖാക്കൾ തന്നെ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നു. സ്ത്രീകൾ മുഴുവൻ തെരുവിലിറങ്ങി സമരം തുടങ്ങി. അപ്പോൾ ഇത് ആരും പിന്തുണയ്ക്കാനില്ല എന്നായി. എന്നിട്ടും വിട്ടില്ല, എന്നിട്ടും പിടിച്ചു നിന്നു. ഒടുക്കൻ 2019 പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ പണി കിട്ടിയപ്പോൾ മനസ്സിലായി സംഗതി തെറ്റിത്തുടങ്ങി. അപ്പോൾ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ കരയാൻ തുടങ്ങി. അദ്ദേഹം ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ തുടങ്ങി. ഇത് തിരുത്തുമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ തിരുത്തിയില്ല. തിരുത്താൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പി രാജീവൻ്റെ പ്രസ്താവന അത് തന്നെയാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ സംസാരിക്കുന്ന പോലെ പറയുന്നത്, ഇതിൽ ഭരണഘടനയുടെ 25-ാം വകുപ്പ്, ഭരണഘടനയുടെ 26-ാം വകുപ്പ്, ഭരണഘടനയുടെ 14-ാം വകുപ്പ് ഇതെല്ലാം പരിശോധിച്ച് അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹമാണ് ഇത് വിധി എഴുതുന്നത്. അവിടെ സുപ്രീം കോടതിയിൽ സെൻട്രൽ ഗവൺമെൻറ് പോയി പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞാൽ മതി, അവരത് തീരുമാനിച്ചോളും. അതാണ് ഞങ്ങളിതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ അനുകൂലിക്കുന്നു, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി, ബാക്കി കാര്യം അവർ നോക്കിക്കോളും. ഇവരിതൊന്നും പിന്നെ ഇഴ കയറി പരിശോധിക്കേണ്ട കാര്യമില്ല. പരിശോധിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതാണ്, മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, അതാണ് മനസ്സിലാവുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അല്ല, ഞങ്ങൾ ഇതിനോട് എതിർക്കുന്നു, ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ അത് പറയാം. അതിന് ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്ന റിലീജിയസ് എസെൻഷ്യൽ പ്രാക്ടീസിൻ്റെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 14 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്ന തുല്യത അതിൽ വരുന്നുണ്ടോ എന്ന് കൂടി നോക്കുകയും അതുകൂടെ ആർട്ടിക്കിൾ 26 വരുന്ന ആ ഒരു ഡിനോമിനേഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു ഘടന എങ്ങനെയായിരിക്കുമെന്ന് കൂടെ മനസ്സിലാക്കി ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് പറയാവുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ ഗഹനമായി. ഇതാര്? പി രാജീവൻ ചീഫ് ജസ്റ്റിസാ? അല്ല, 9-അംഗ ബെഞ്ച് ഇദ്ദേഹമാണെന്ന് തോന്നിപ്പോവും. സാറിന് ഇങ്ങനെ എളുപ്പം കാര്യം പറയാം, ഇങ്ങനെയൊക്കെ ന്യായം പറയാം.
അവർ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ പെട്ടിരിക്കുന്ന ഒരു കുരുക്ക് ഇത് അത് നിസ്സാരമല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. ഈ കുരുക്കഴിക്കാൻ എന്താ മാർഗം? ഞാനൊരു കുരുക്കിലാണ്, ഇതൊന്ന് അഴിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് അഴിക്കുക. പക്ഷെ അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല. ഇത് കുരുക്കല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ പണ്ട് ഒരുത്തന് വീണടത്ത് നിന്ന് ഉരുളുക എന്ന് പറയുന്ന പോലെയാണ്. ഒരുത്തന് മലിനയം പറ്റി, അപ്പം അത് ഇവിടെ തേച്ചു, അപ്പം അവിടെ ആയി, ഉടനെ അത് മാറാൻ വേറൊരിടത്ത് തേച്ചു. ഇങ്ങനെ ദേഹം മുഴുവനായി നാറ്റ കേസായി എന്ന് പറഞ്ഞ പോലെയാണ്. ആ മാലിന്യം മുഴുവൻ നാറ്റം കൊണ്ട് ശരീരം മുഴുവനാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ മതി. ആ വിധത്തിലായിരിക്കുകയാണ്. ഇതൊന്നും ഇവർക്ക് ഭരണഘടന കീറി പരിശോധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. ഞങ്ങളിതിനെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് അനുകൂലിച്ചു, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് എതിർക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. കാരണം ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ, സ്ത്രീകളടക്കം ഇതിന് എഗൻസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ മതി. ഇതില്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, ഇത് സ്ത്രീ പ്രവേശനത്തിനെതിരല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ആർത്തവ സമയം നിൽക്കുന്ന സമയത്ത് അവിടെ പ്രവേശിക്കുന്നതിനുള്ള ഒരു പ്രശ്നമാണ്. ആർത്തവ കാലത്ത് അവരുടെ അതിൻ്റെ അതായത് ഋതുമതിയായിരിക്കുന്ന സമയം മാത്രമല്ല, അത് മുഴുവൻ പീരീഡിലും എത്രത്തോളം കാലം ഋതുമതിയായിരിക്കുന്നു അത്രയും കാലം. 50 വയസ്സ് കഴിഞ്ഞാൽ പ്രവേശിക്കാം, 10 വയസ്സ് കഴിഞ്ഞാൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീകളെ തടയുന്നില്ല എന്ന് പറഞ്ഞാലും മതി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാം. ഓക്കെ, ഇത് ഇത്തരത്തിലുള്ള വാദങ്ങൾ തന്നെ തെറ്റാണ്. ഇത് യങ് വുമൻ ലോയേഴ്സിൻ്റെ ഒരു അസോസിയേഷനുണ്ട്, അവരും പിന്നെ ഒരു ഡോക്ടർ ലക്ഷ്മി ശാസ്ത്രി, അതുപോലെ തന്നെ പ്രേരണ കുമാരി, അൽക്ക ശർമ്മ, സുധാ പാൽ എന്നൊക്കെ പറഞ്ഞ് 3-4 സ്ത്രീ ശാക്തീകരണ ശക്തികളെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോകം മുഴുവൻ അറിയണ്ടേ, അതിനുവേണ്ടി കൊടുത്ത ഒരു, ഇല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഇവരെ അറിയൂ, അവരതിനു വേണ്ടി കൊടുത്തതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ രണ്ടുപേരും അറിയണമെങ്കിൽ ഇത് മതി. ലിയോയും 4 കൂടെ ഞാനും കൂടെ മാർച്ച് ആദ്യം നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയിൽ പുരുഷന്മാരെയും അനുവദിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കലമൊക്കെ എടുത്ത് വെച്ച് തലയെടുത്ത് വെച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി. എന്നിട്ടൊരു അഫിഡവിറ്റ്, എന്നിട്ട് അതിനൊരു പെറ്റീഷൻ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ രണ്ടുപേരും അറിയപ്പെടും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷൻ്റെയും സമത്വം അവിടെ വരണം. ഈ ക്ഷേത്രാചാരങ്ങളിലും ഇതിലൊക്കെ ഇതിങ്ങനെ പോയാൽ എന്ത് ചെയ്യും? പള്ളിയിൽ അച്ഛൻ പാടില്ല, പള്ളിയിൽ അമ്മയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇറങ്ങിയ ലോഹയൊക്കെ ഇട്ട് ഞങ്ങളാണ് ഇനി പള്ളിയിലെ കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് കാര്യങ്ങളിലെല്ലാം ഈ തുല്യതയൊന്നും വരുത്താൻ പറ്റില്ല. കാരണം ഇത് കാലാകാലങ്ങളിലായി നടന്നു വരുന്ന ആചാരങ്ങളാണ്. അതിന് തുല്യത വരുത്തണമെങ്കിൽ റിട്രോസ്പെക്റ്റീവിൽ അന്ന് പോകണം. അന്ന് മുതലുള്ളത് നമുക്ക് പൊളിച്ചെഴുതാൻ പറ്റില്ല. അത് സുപ്രീം കോടതി അങ്ങനെ തന്നെ തീരുമാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിലെല്ലാം പുറകോട്ട് പോയി ഒരു തീരുമാനം എടുത്തു വരുമ്പോൾ ഇത്രയും കാലം ആചരിച്ചിരുന്ന, നമ്മുടെ മനസ്സിലിരിക്കുന്ന, നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറിയിരിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ പെട്ടെന്ന് മുറിക്കുമ്പോൾ ചിലർക്ക് മുറിവ് അതിൽ വേദന തോന്നും, ആ മുറിവിൽ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാവണം. ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട് സാർ. ഇനിയിപ്പോൾ ഇവർ യുവതീ പ്രവേശനത്തെ എതിർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അതെ. അപ്പോൾ അന്ന് നടന്ന നാമജപ ഘോഷയാത്രയുടെ പേരിൽ ആയിരക്കണക്കിന് പേർക്കെതിരെയാണ് കേസെടുത്തത്. അതെ. ആ കേസെടുത്തതിൻ്റെ കാര്യവും ഇന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അത് ഏതാനും പേർക്കെതിരെ എടുത്ത കേസുകളെങ്കിലും പിൻവലിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനെല്ലാം വിശ്വാസമാണ്. അദ്ദേഹം അയ്യപ്പനേക്കാൾ വലിയ വിശ്വാസമായിട്ടാണ് ഇപ്പം പിന്നെ പിണറായി സർക്കാരിനെ അദ്ദേഹം പുണർന്നുകൊണ്ട് നടക്കുന്നത്. സ്വതന്ത്രമായിട്ട് പറയണ്ടേ, ഞങ്ങൾ ശബരിമല പിന്നെ ആ പ്രശ്നത്തിൽ ഇന്ന നിലപാടെടുത്താലേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണ്ടേ? ആ തൻ്റെ ഇടം ഇല്ലായ്മയാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അയ്യപ്പ സംഗമത്തിന് പോകുന്നത് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഇപ്പോൾ പറയുന്നു ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായി, തോന്നുന്നതായി, സംശയിക്കുന്നതായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, ഇത് ഉരുളുക എന്ന് പറഞ്ഞാലും ഉരുളലിനൊരു ലിമിറ്റില്ലേ? ശരിയാണ്. അത് ഒരു ഉരുണ്ടുകളി പോലെയായി. ഇനിയിപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ കേസിൻ്റെ കാര്യം പറഞ്ഞു. ഈ കേസിൽ ഇവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന് ഇത്തരം ഒരു നിലപാടെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എടുത്തുകൂടാ? ഞങ്ങൾ മുമ്പ് ഞങ്ങളിതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ ഇവിടെ 10,000-30,000 പേരുടെ പേര് കേസെടുക്കുക വരെ ഞങ്ങൾ ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ ജാഥ നടത്തിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഈ സംസ്ഥാനത്ത് സ്വസ്ഥതയില്ല, സ്വൈര്യതയില്ല. ഇപ്പോഴും ഈ പ്രശ്നം പറഞ്ഞാൽ ഇപ്പം അവിടെ നാളെ സ്ത്രീകൾ നാമജപം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങും, സ്ത്രീകൾ തന്നെ ഇറങ്ങും. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് തന്നെ ഇത് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിത് ആ സ്റ്റാൻഡ് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സംസ്ഥാന സർക്കാരിന് അന്തസ്സല്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത ആദ്യം, പക്ഷേ ആ സ്റ്റാൻഡിൽ ഇപ്പം നിൽക്കാൻ നിവൃത്തിയില്ല.
ഞങ്ങളുടെ പ്രശ്നം കേരള സമൂഹമാണ്, കേരള സമൂഹത്തിൻ്റെ ഒരു ഫീലിംഗ് ഇതാണ്, അവിടുത്തെ ആചാരത്തിൻ്റെ ഒരു മട്ടും പോക്കും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ പോരെ. അതെ, അതിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത് സർക്കാരിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട്, സർക്കാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. ഓക്കെ. പക്ഷേ ഈ നിർണായക സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മാർച്ച് 14 അകം നിലപാട് വ്യക്തമാക്കണം, എഴുതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് അയ്യപ്പൻ ഇട്ട വേറൊരു വലിയ, ഇത് എവിടെയോ അങ്ങ് കിടന്നുപോയ സാധനമാണെന്നേ. 9 അംഗ ബെഞ്ച്, ആ ബെഞ്ചിലെ 8 പേരും റിട്ടയറായും പല വിധത്തിലും അങ്ങ് പോയി. ഇനി ആകെയുള്ളത് ഈ സൂര്യകാന്ത് ജസ്റ്റിസ് മാത്രമേ ഉള്ളൂ, ചീഫ് ജസ്റ്റിസ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതേ സമയത്ത് എടുത്ത് പൊക്കാൻ തോന്നിയത് അയ്യപ്പൻ്റെ ഒരു പ്രേരണയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് തന്നെ എടുക്കുന്നു, ഇലക്ഷന് മുമ്പുള്ള ഒരു ഡേറ്റ് തന്നെ ഇതിൻ്റെ പിന്നെ അഫിഡവിറ്റ് കൊടുക്കണം അത് എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു മാസത്തിനകം അഫിഡവിറ്റ് കൊടുക്കണം. അതിനകത്ത് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ പോലും ആവുമെന്ന് സംശയമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രതിപക്ഷത്തിനൊക്കെ എടുത്തിട്ട് അടിക്കാനുള്ള സമയം കിട്ടുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്താൽ കുഴപ്പം, ചെയ്തില്ലെങ്കിൽ കുഴപ്പം അല്ല. ഇതിപ്പോൾ എന്ത് ചെയ്താലും ഇതിനൊരു പൊളിറ്റിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. അത് അനുകൂലമായിട്ടാണെങ്കിലും വേറെ മറ്റൊരു വിധത്തിൽ പൊളിറ്റിക്കൽ റിലേഷൻ എന്തുണ്ടാവാനാ? ഒന്നും ഉണ്ടാവില്ല. ഇവരുടെ ദുരഭിമാനം മാത്രമേ ഉള്ളൂ. ദുരഭിമാന കോട്ട തകർന്നു പോകും. അതായത് ആരും നിന്ന് പറയരുത് നിങ്ങൾ എന്തോ മനുഷ്യരാണ്, നിങ്ങൾ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞു, അവസാനം സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറഞ്ഞു, നവോത്ഥാനം എന്ന് പറഞ്ഞു, അതിന്നെല്ലാം നിങ്ങൾ പുറകോട്ട് പോയില്ലേന്ന് ചോദിച്ചാൽ, എടാ പിന്നെ ഈ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങളാണ് പറയുന്നത് വേണ്ടെന്ന്, അതിൽ ഞങ്ങൾ പുറകോട്ട് പോയി, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ചോദിക്കില്ല. അന്തസ്സും അഭിമാനവും ആഭിജാത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കളഞ്ഞിട്ട് മറ്റേത് ചെയ്യണമെന്നുണ്ട്. അല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇടത് സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ്. അതെ അതെ. അതിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ അവർക്ക് മോചനം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ ഒരു മോചനം ഉണ്ടാകാൻ ഈ സ്ത്രീ പ്രവേശന വിഷയത്തേക്കാൾ വലിയ ആചാര ലംഘനങ്ങൾ ഇവരെല്ലാം കൂടെ നടത്തിയിരിക്കുകയല്ലേ. അയ്യപ്പൻ്റെ മുമ്പിൽ പോയി നെളിഞ്ഞിരിക്കുക, ആ അയ്യപ്പനെ സംരക്ഷിക്കാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ആൾക്കാരുമൊക്കെ അവർക്ക് ദൈവവിശ്വാസം ഇല്ലെന്ന് പറയുക, ഉണ്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അവിടെ കയറിയിരിക്കുക. ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ ആചാരത്തിന് വിഘ്നം വരുന്ന വിധത്തിൽ അയ്യപ്പൻ്റെ ദ്വാരപാലകനെ അടക്കം കൊണ്ടുപോയി പലയിടത്തും കൊണ്ട് കാഴ്ചവെച്ച് കോടികൾ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു. അതിൽ പങ്കുപറ്റിയത് ആരൊക്കെയാണെന്നുള്ളത് SIT ഇനി റിപ്പോർട്ട് കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. പാർട്ടിയുടെ തന്നെ പ്രമുഖരായവരെല്ലാം ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കിടക്കുമ്പോൾ ആചാര ലംഘനം, ഈ സ്ത്രീ പ്രവേശനത്തിനേക്കാൾ കൂടുതൽ ആചാര ലംഘനം നടത്തിയത് ഇപ്പോൾ ഈ സർക്കാരാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്തുകൊണ്ട് മറ്റേതെങ്കിലും കൈ കഴുകി പാവം കഴുകിക്കളഞ്ഞുകൂടാ എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വേഗത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവർ വളരെ ട്രിക്കി സിറ്റുവേഷനിലായിട്ടുണ്ട്. വളരെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇടതുപക്ഷം. മറുപടി പറയാതിരിക്കാനും പറ്റില്ല, പക്ഷേ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവതാളത്തിലാകും എന്നുള്ളൊരു സാഹചര്യം. ഒരു അവതാളവും ഇല്ല. ഇവരുടെ ദുരഭിമാനം മാത്രമേ ഉള്ളൂ. ഉരുണ്ട് കളിക്കുന്നതിനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് വരാനാ? എനിക്ക് അമ്മണിയും കനകദുർഗയും കൂടെ വന്ന് ചോദിക്കുമായിരിക്കും, ഞങ്ങളെ അന്ന് വലിച്ചു കയറ്റിയിട്ട് ഇപ്പം നിങ്ങൾ പോക്കത്തരം കാണിക്കുന്നതെന്ന് ചോദിക്കുമായിരിക്കും. അതല്ലേ വരുള്ളൂ. പഴയ തീരുമാനം തെറ്റായി പോയെന്ന് തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ ക്ഷമിച്ചെന്നിരിക്കും അല്ലേ? അത് തീർച്ചയായിട്ടും ക്ഷമിക്കും. അയ്യപ്പനും ചിലപ്പോൾ പകുതി ക്ഷമിച്ചെന്നിരിക്കും. പകുതിയെ ക്ഷമിക്കുള്ളൂ കേട്ടോ. ഈ സ്വർണ്ണം കട്ടയാനും ക്ഷമിക്കില്ല, അത് ഇനിയും കിടക്കും. സ്വർണം മാത്രമല്ല, അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ എത്രയാണ് കട്ടതെന്ന് ഇതുവരെ അയ്യപ്പനെ തൊട്ട് ചെയ്തത് മുഴുവൻ മോഷണവും കുഴപ്പമാണെന്നുള്ളതാണ് ഇപ്പോൾ SIT തന്നെ പറഞ്ഞു വരുന്നത് അല്ലേ. പിന്നെ നമുക്കിനി ഇതിനൊരു പരിഹാരമുണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇത് പിന്നെ ഇതിന് പരിഹാരക്രിയയായിട്ട് പലതും ചെയ്തതാണ് അയ്യപ്പ സംഘം എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്ക് അസുഖം വരുന്നതും കുടുംബത്തിന് അസുഖം വരുന്നതും കുടുംബത്തിന് കേസ് വരുന്നതും തനിക്ക് കേസ് വരുന്നതും അടക്കമുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കൂടെ പരിഹാരമാണ് അയ്യപ്പ സംഗമം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കാട്ടിലെ തടി ദേവരുടെ ആന പിടിയിടാ പിടി എന്ന് പറഞ്ഞ കണക്കായി. എനിക്കും പോരട്ടെ, നമുക്കുള്ളത് നമുക്കിങ്ങ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇത്ര വളരെ പട്ടാപ്പകൽ നഗ്നമായിട്ടുള്ള നിയമലംഘനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടത്തിവെക്കുന്നു. ഇനിയിപ്പോൾ ഇവർ മാത്രമല്ല ഈ നിയമലംഘനം നടത്തിയിട്ടുള്ളത്, മറ്റു പലരും ശർക്കരക്കുറത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും അതാണ് കാണിക്കുന്നത്. വിടക്കാക്കി തനിക്കാക്കാന്ന് പറയില്ലേ, എല്ലാവരും വിടക്കാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ എന്താ കുഴപ്പം? സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ പറയും, 2 വേശ്യമാർ അപ്പുറത്തും ഇപ്പുറത്തും.
നിൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി മുഴുവൻ അതിൽ തുറക്കുക അടയ്ക്കുകയാണെന്ന് പറയുമ്പം അപ്പുറത്തോട് പറയാം നിൻ്റെ വീട്ടിലത് ഫുൾ ടൈം തുറന്നിട്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെയാണ്. രണ്ടുപേരും വിടക്കായി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഏറ്റവും കൂടിയ വിടക്കെ അത് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കുക. പക്ഷെ ജനങ്ങൾക്കൊരു കണ്ണുണ്ട്, ജനങ്ങൾ അതിനെ കറക്റ്റായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അവരുടെ വോട്ടിംഗ് പവർ ഇന്ന് വരെ കേരളത്തിലെ ഒരു വോട്ടിംഗ് പവർ അവർ പാഴാക്കി കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ ഏത് തരത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചന നടക്കുകയായിരിക്കണം ചിലപ്പോൾ ഇടതുപക്ഷത്തിനുള്ളിൽ. ആ കൂടിയാലോചന എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ അത്രയും ദിവസം കൂടെ നാറാനുള്ള അവസരമേ കിട്ടുള്ളൂ. ഇത് ഓരോരുത്തരെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ല എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയോ നാൾ ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് മറുപടി പറയേണ്ടി വരുമെന്ന് തോന്നിയില്ല, അവർ പ്രതീക്ഷിച്ചില്ല. അതാണ് പ്രശ്നം. ഇത് സുപ്രീം കോടതിക്ക് ഇതൊരു തലവേദനയാണ്. ആ തലവേദന ഇവരേറ്റെടുക്കണ്ട. ഇവർ സുപ്രീം കോടതി പറയാനുള്ളത് ഞങ്ങൾക്ക് യെസ് ഓർ നോ പറഞ്ഞാൽ തീർന്നു, ബാക്കി അവരവിടെ നോക്കിക്കോളും. ഇതിപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ അവരുടെ ആരാധനാലയ പ്രവേശനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ ജലാകർമ്മം മുറിക്കുന്ന ഈ ബോറ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സമുദായങ്ങളുടെ സ്ത്രീകളുടെ മതം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ തിരിച്ച് അവിടെ വരാൻ പാഴ്സികളുടെ ഒരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളിപ്പോൾ ഇത് വന്ന് ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ തൊട്ടാൽ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ അപ്പോഴേ എടുത്ത് തള്ളേണ്ട കേസുകളാണ്. ഇത് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഈ 9-അംഗ ബെഞ്ച് ഏപ്രിൽ 7 രാവിലെ 10:30 മണി മുതൽ വാദം തുടങ്ങും ഈ വിഷയത്തിൽ. ഏപ്രിൽ 9 വരെ ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം തുടരും. ശേഷം ഏപ്രിൽ 14 മുതൽ 16 വരെയാണ് എതിർകക്ഷികളുടെ വാദം നടക്കുക. ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ തുടർ വാദങ്ങൾ നടത്തും എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22 വാദം പൂർത്തിയാക്കും എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ അടങ്ങുന്ന 67 ഹർജികളാണ് കോടതിക്ക് മുന്നിൽ ഉള്ളത്. 1-2 അല്ല, 67 ഹർജികളുണ്ട്. അത് സുപ്രീം കോടതി തന്നെ ഭ്രാന്തെടുത്തിരിക്കുക. അതാണ് അമിക്കസ് കുറിയ ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേരെ ആക്കിയിരിക്കുകയാണ്. ഇന്ന് പരമേശ്വർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൂടെ അമിക്കസ് കുറിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയെ സഹായിക്കാനാണ് വെച്ചിരിക്കുന്നത് അമിക്കസ് കുറിയെ. ഇതെല്ലാം കൂടെ കൂട്ടിക്കലക്കി അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് 2 വിഭാഗത്തിൽപ്പെട്ട, ഒന്ന് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഒന്ന് നമ്മുടെ റിലീജിയസ് ഫെയ്ത്ത്. ഇത് രണ്ടും കൂടെ ഈ ഒന്നിച്ചു കൊണ്ടുപോകാൻ പലപ്പോഴും പാടുപെടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം ചേർത്തുകൊണ്ട് ഇനി ഒരു അഭിപ്രായം പറയുക പറയുന്നത് തന്നെ ശ്രമകരമായ ജോലിയാണ്. ആ ശ്രമകരമായ ജോലിയാണ് ഇപ്പം സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുന്നത്. അത് എങ്ങനെയും പരിഹരിച്ചേ പറ്റൂ. അതിനാണ് ഈ സമയക്രമം കൂടെ വെച്ചിരിക്കുന്നത്. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഇന്ന ദിവസത്തിനകം പരിഹരിക്കണം. അപ്പോൾ ഇതിനകത്ത് നിയമത്തിൻ്റെ ഒരു വശം നിൽക്കുന്നു, മറ്റൊന്ന് നമ്മുടെ മത സ്വാതന്ത്ര്യവും മത ആചാരവും മതവിശ്വാസവും തമ്മിലുള്ള പ്രശ്നം വേറെ നിൽക്കുന്നു. അപ്പോൾ നിയമവും മതവും തമ്മിൽ എത്രത്തോളം കൂട്ടിക്കുഴയ്ക്കാൻ പറ്റും, ഇതാണ് ഇതിനകത്ത് നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് വലിയ രീതിയിൽ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വിഷയമായിരിക്കും ഈ കുറി. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെല്ലാം അങ്ങനെ വരുള്ളൂ. കാരണം റിലീജിയസ് ഫെയ്ത്ത് എന്ന് പറയുന്നത് 5000 വർഷം, 2000 വർഷം, 3000 വർഷം, 1000 വർഷം ഒക്കെ പഴക്കമുള്ളതാണ് ഈ റിലീജിയസ് ഫെയ്ത്തുകൾ. അതിനെ മോഡേൺ തിങ്കിങ്ങുമായിട്ട് കൊണ്ട് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിലാണ് വരുന്ന ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ അച്ഛൻ ഇരിക്കുന്നു, അത് ഇനി കന്യാസ്ത്രീയെ അതുപോലെ ആക്കണം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകൾക്കും ഇതുപോലെ പള്ളിയിൽ പിന്നെ പ്രാർത്ഥനയും പിന്നെ വെഞ്ചരിപ്പും പരിപാടികളൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ അത് നോക്കുമ്പോൾ കറക്റ്റാണ്. എന്താ അവിടെ സ്ത്രീകളെ മാത്രം തഴഞ്ഞു വെച്ചിരിക്കുന്നത്, പുരുഷന് മാത്രം എന്താ? ഇനി നമ്മുടെ അമ്പലങ്ങളിൽ തന്നെ എന്താ ഈ പൂജാരി മാത്രം, പൂജാരിണികൾ വന്നാൽ എന്താണ്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ. നമ്മുടെ ചില ഈ അതിപ്രസരമുള്ളവരുണ്ടല്ലോ, സ്ത്രീ വിഷയത്തിൽ അതിപ്രസരം കുറേ ഡയലോഗുകൾ അടിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും വികസനത്തിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിലർ വരും. ഇങ്ങനെയുള്ള കുറേ കീറാമുട്ടികൾ ഈ ലോകത്തുണ്ട്. ഇതിനെ കോടതികളായാലും സർക്കാരുകളായാലും സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പെടാപ്പാടി ചെന്ന് വിടും. ഓക്കെ, അല്ല ഇതിപ്പോൾ ഈ വേറൊരു വിഷയം കൂടി, ഇതുവരെയും പ്രതിപക്ഷം ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അറിയിക്കുക എന്ന് നമുക്കറിയില്ല. ഏതായാലും UDF തൽസ്ഥിതി അല്ലെങ്കിൽ UDF ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അതേ സ്റ്റാൻഡ് ഇതിനെ എതിർക്കണമെന്നാണ് ഇപ്പോഴത്തെ പിന്നെ കോടതി വിധിയെ 2018 സെപ്റ്റംബർ 18 കോടതി വിധിയെ എതിർക്കണം എന്ന് തന്നെയാണ് അവരുടെ. എന്നിട്ട് സ്ത്രീ പ്രവേശനം അനുവദിക്കരുത്, യുവതീ പ്രവേശനം.
ഓക്കെ. യുവതീ പ്രവേശനം, ഇതിപ്പോൾ സ്ത്രീ പ്രവേശനമല്ല, യുവതീ പ്രവേശനം. അതെ, ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇലക്ഷന് വരാൻ മാസങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഇത് ഡയറക്റ്റായിട്ട് വോട്ടേഴ്സിനെ ബാധിക്കുന്ന, അവരുടെ മനസ്സിനെ, അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് നിലപാടിലേക്ക് പോകാനാണ് സാധ്യത? ഏതെങ്കിലും തരത്തിൽ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ ഇടതുപക്ഷം സ്വന്തം നിലപാട് തിരുത്താൻ സാധ്യതയുണ്ടോ? ഇൻറ്റ്യൂഷൻ, അങ്ങയുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത്, മനസ്സെന്താ പറയുന്നത്? തിരുത്തിയില്ലെങ്കിൽ മണ്ണ് കപ്പും. മണ്ണ് കപ്പും. പിന്നെ അത് നമ്മളെക്കാൾ നന്നായിട്ട് ഗോവിന്ദ മാഷക്ക് അറിയാം. ഗോവിന്ദം ഭജൻ എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അപ്പോൾ ട്യൂൺ മാറ്റി വരും. ഇപ്പോൾ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്, അതാണങ്ങ് പറഞ്ഞത്. അതെ, ഭജഗോവിന്ദത്തിന് പകരം ഗോവിന്ദം ഭജൻസ്, നന്ദഗോവിന്ദം എന്നുള്ളത് നന്ദഗോവിന്ദത്തിന് പകരം ഗോവിന്ദം ഭജൻസ് എന്ന് ഇപ്പോൾ ഒരു ട്രോൾ ഇറക്കിയിട്ടുണ്ട്. ഗോവിന്ദം ഭജൻസ് ഇതായിരിക്കും വരുന്നത്. അല്ല, ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗൗരവമായി നമ്മൾ ഇലക്ഷൻ റിസൾട്ടിലേക്കൊക്കെ ഉള്ള സാധ്യത വിരൽ ചൂണ്ടുന്നത് നോക്കുമ്പോൾ ഈ വിഷയം UDF-ന് അനുകൂലമായി വരും. ഈ വിഷയത്തിൽ കറക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ സമൂഹത്തിൽ ചർച്ച ഉണ്ടാക്കാതെ തീരുമാനമെടുത്തില്ലെങ്കിൽ LDF-ന് പ്രതികൂലമായിട്ട് വരും. അത് ഉറപ്പാണ്. ഉറപ്പാണ്. പിന്നെ അത് പറയണ്ടല്ലോ. കാരണം UDF-ൻ്റെ കൂടെ ഇപ്പോൾ മുസ്ലിം സമുദായം ഏതാണ്ട് N ബ്ലോക്കാണ്. ക്രിസ്ത്യൻ സമുദായം ഏതാണ്ട് 80 ആണോ 70 ആണോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. പിന്നെ ഹിന്ദു സമുദായമാണ് ആകെ ഈ LDF-ൻ്റെ കൂടെ ബാക്കി നിൽക്കുന്നത്. അത് നമ്മൾ ആ ഡിസ്ട്രിക്റ്റുകൾ എടുത്താൽ അറിയാം ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളിലാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിയത് UDF-ന് LDF-ന് എന്ന് നോക്കിയാൽ അറിയാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ തൃശ്ശൂർ, പാലക്കാടൊക്കെയാണ് LDF-ന് ഗുണം കിട്ടിയത് അല്ലേ? അതെ. അപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത്? അതെല്ലാം ഹിന്ദു ബെൽറ്റായിരുന്നു. അതേസമയം മലപ്പുറം, വയനാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗം ഒക്കെ ആർക്കാണ് ഗുണം കിട്ടിയത്? UDF-നാണ്. അപ്പോൾ ഇത് ഇനി ബാക്കി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ബംഗാൾ വേഗം ഇങ്ങെത്തി. ഓക്കെ, അതാണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഇടതുപക്ഷം ഒരു ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. മറുപടി കൊടുത്തേ പറ്റൂ, നിലപാട് എഴുതി അറിയിച്ചേ പറ്റൂ, ഇല്ലാതെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കോടതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 14 മുൻപ് അത് ചെയ്തിരിക്കുകയും വേണം. എന്തായാലും വാദം തുടങ്ങുകയാണ് മാർച്ചിൽ തന്നെ. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷം നിലപാട് വ്യക്തമാക്കുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ അമ്പയെ പരാജയപ്പെട്ടു പോകും അവർ എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. അത് അവർക്കും അറിയാം. ഇനി ജനങ്ങളോട് തുറന്ന് തെറ്റ് സമ്മതിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് നിലപാട് തിരുത്താൻ അവർ തയ്യാറാകുമോ? അതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തോറ്റമ്പും. അങ്ങനെ ചെയ്താൽ ജനങ്ങൾ ക്ഷമിച്ചേക്കുമെന്ന് പറയുന്നവരും ചുരുക്കമല്ല. ഒരുപാട് പേർ അത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. കാത്തിരുന്ന് കാണാം എന്താണ് ഇടതുപക്ഷ നേതാക്കളുടെ തലച്ചോറിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന്. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ അത് ഏത് തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ അടുത്ത ദിവസങ്ങളിലെങ്ങാനും പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.